സ്ഥാപിച്ച ദൈവമക്കൾ മരിച്ചാൽ മരണശേഷം അവർ കർത്താവിൻ്റെ അടുത്തേക്ക് സ്വർഗത്തിലേക്ക് പോകുന്നുവെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എൻ്റെ 3 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആരാണ്? ഞാൻ ദൈവ സൃഷ്ടിയാണ്, പക്ഷേ ഞാൻ പാപിയാണ്. എന്തിനു ജീവിക്കുന്നു? ദൈവത്തെ കണ്ടെത്തുവാൻ. ആ ദൈവം ആരാണ്? മനുഷ്യനായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു. ആ ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ചാൽ മരണശേഷം എങ്ങോട്ട് പോകും? മരണശേഷം സ്വർഗത്തിൻ്റെ അവകാശിയാകുവാൻ, നിത്യകാലം ദൈവത്തോടൊത്ത് വസിക്കുവാൻ സാധിക്കും. ഇതാണ് ആധികാരിക പ്രമാണ ഗ്രന്ഥമായ ബൈബിളിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, ലോകത്തിൽ അനവധി പുസ്തകങ്ങളുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകമാണ് ആധികാരിക പ്രമാണ ഗ്രന്ഥം എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. 40ഓളം എഴുത്തുകാർ 1600ഓളം വർഷങ്ങൾ കൊണ്ട് പരസ്പരം അറിയാതെ മരുഭൂമി, ഉദ്യാനം, കാരാഗൃഹം തുടങ്ങിയ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പരസ്പരം അറിയാതെ എഴുതിയ പുസ്തകമാണ് ബൈബിൾ. 2 നിയമങ്ങൾ, 66 പുസ്തകങ്ങൾ, 1189 അധ്യായങ്ങൾ, 31,173 വാക്യങ്ങൾ, 8,10,697 വാക്കുകൾ, 35,10,484 അക്ഷരങ്ങളുള്ള ഈ വിശുദ്ധ വേദപുസ്തകത്തിലെ വള്ളിയും പുള്ളിയും ദൈവാത്മ നിശ്വസിതമാണ്, യാതൊരു തെറ്റും ഇല്ലാത്തതാണ്. അതിൽ ഏകവചന ബഹുവചന പ്രത്യയങ്ങൾ പോലും ദൈവനിശ്വാസ്യമാണ്, തെറ്റുകൂടാത്തതാണ്. ഉദാഹരണത്തിന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. പഴയ നിയമത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുന്നു, നിന്റെ സന്തതി മൂലം ഞാൻ ലോകത്തെ അനുഗ്രഹിക്കും. ആ വാക്യം വായിച്ചാൽ അബ്രഹാമിൻ്റെ മകൻ മൂലം അല്ലെങ്കിൽ മക്കൾ മൂലം ദൈവം ലോകത്തെ അനുഗ്രഹിക്കും എന്നാണ് തോന്നുക. എന്നാൽ ഗലാത്യ ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലൂസ് ആ ബൈബിളിൻ്റെ ഭാഷാ പ്രയോഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, സന്തതികൾ എന്ന അനേകരെക്കുറിച്ചല്ല, സന്തതി എന്ന ഏകനെക്കുറിച്ചാണ്. അത് ക്രിസ്തുവാണ്. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയിൽ ജനിക്കുന്ന ക്രിസ്തു മൂലം ദൈവം ലോകത്തെ അനുഗ്രഹിക്കും എന്നായിരുന്നു ആ പ്രവചനം. വിശുദ്ധ ബൈബിളിൽ ഇല്ലാത്തതൊന്നും ഇല്ല. നാം അറിയേണ്ടതെല്ലാം ബൈബിളിലുണ്ട്. ദൈവത്തെക്കുറിച്ച്, പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച്, മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച്, മനുഷ്യൻ്റെ ആത്മരക്ഷയെക്കുറിച്ച്, മനുഷ്യൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് എല്ലാം വിശുദ്ധ ബൈബിളിൽ ഉള്ളതുപോലെ മറ്റൊരു പുസ്തകത്തിലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ ബൈബിൾ ശാസ്ത്രീയമായി സത്യമാണ്, പ്രവചനപരമായി സത്യമാണ്, ചരിത്രപരമായി സത്യമാണ്. ബൈബിൾ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ലെങ്കിലും ആധുനിക ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള വളരെ കാര്യങ്ങൾ ബൈബിളിൽ പണ്ടേ ദൈവം തൻ്റെ ദാസന്മാരാൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചരിത്രപരമായി ബൈബിൾ സത്യസന്ധമാണ്. അതുപോലെ തന്നെ പ്രവചനപരമായി ബൈബിളിലെ അനവധി പ്രവചനങ്ങൾ, 100 കണക്കിന് പ്രവചനങ്ങൾ ഇന്ന് അക്ഷരപ്രകാരം നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം, ബേത്ലഹേമിൽ യേശു ജനിക്കും, നസ്രത്തിൽ യേശു വളരും, യേശുക്രിസ്തു പ്രസംഗിക്കും, ശിഷ്യന്മാരുണ്ടാകും, ഒരു ശിഷ്യൻ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കും, യേശുക്രിസ്തു കയ്യും കാലും തുളയ്ക്കപ്പെട്ടവനായി ദാഹിച്ച് കയ്പ് കുടിച്ച് അലറി വിളിച്ച് മരിക്കുവാനിടയാകും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും, സ്വർഗാരോഹണം ചെയ്യും, വീണ്ടും വരും. യേശുവിൻ്റെ വീണ്ടും വരവെങ്കിൽ ഒരുപാട് അടയാളങ്ങൾ ഉണ്ടാകും. ക്ഷാമം ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും, യുദ്ധമുണ്ടാകും, അത് മഹാവ്യാധികളുണ്ടാകും. സുവിശേഷം ലോകം മുഴുവൻ സകല മാധ്യമങ്ങളിലൂടെയും പ്രസംഗിക്കപ്പെടുവാൻ ഇടയാകും എന്ന് തുടങ്ങി നിരവധി അടയാളങ്ങൾ വേദപുസ്തകത്തിൽ പ്രവചനങ്ങളായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിറവേറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഈ ബൈബിൾ ദൈവവചനമാണ് എന്ന് നമുക്ക് തറപ്പിച്ച് ഉറപ്പിച്ച് പറയുവാനും വിശ്വസിക്കുവാനും സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥം ബൈബിളാണ്. ഏറ്റവും ചെറുതായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുള്ളതും ബൈബിളാണ്. ഏറ്റവും അധികം വിലയ്ക്ക് വിറ്റ ഗ്രന്ഥം ബൈബിളാണ്. എന്നാൽ ഏറ്റവും വില കുറച്ച് വിതരണം ചെയ്യുന്നതും ബൈബിളാണ്. ഏറ്റവും പഴക്കമുള്ള ഗ്രന്ഥം ബൈബിളാണ്. എന്നാൽ ഏറ്റവും പുതുമയുള്ള ഗ്രന്ഥവും ബൈബിളാണ്. ഏറ്റവും അധികം ഉപദ്രവിക്കപ്പെട്ട ഗ്രന്ഥം ബൈബിളാണ്. എന്നാൽ ഏറ്റവും അധികം ആളുകളാൽ സ്നേഹിക്കപ്പെടുന്ന ഗ്രന്ഥവും ബൈബിളാണ്. ഏറ്റവും ദൂരെ പോയ ഗ്രന്ഥം ബൈബിളാണ്. ഭൂമിയിൽ നിന്ന് 2,26,000 മൈൽ അകലെ ചന്ദ്രനിൽ പോകുവാൻ സാധിച്ച ഗ്രന്ഥം ബൈബിളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ടെലഗ്രാഫ് സന്ദേശം ബൈബിളാണ്. അതുപോലെ ചന്ദ്രനിൽ നിന്ന് വന്ന ആദ്യത്തെ സന്ദേശം അത് ബൈബിളാണ്. പ്രിയ സ്നേഹിതരെ, വിശുദ്ധ ബൈബിൾ അത് ദൈവം തൻ്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും
വിശുദ്ധ പ്രവാചകന്മാർ തെറ്റുകൂടാതെ ദൈവാത്മ സഹായത്താൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്ത പുസ്തകമാണ്. ലോകത്തിലെ ഏറ്റവും അധികം തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള, ഏറ്റവും അധികം കയ്യെഴുത്ത് പ്രതികളുള്ള ഗ്രന്ഥം ബൈബിളാണ്. ദൈവം മനുഷ്യനായിത്തീർന്ന കർത്താവായ യേശുക്രിസ്തു ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബൈബിൾ ആധികാരിക പ്രമാണ ഗ്രന്ഥമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. യേശു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിച്ചപ്പോൾ മോശയുടെ പുസ്തകങ്ങളിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് തെളിയിച്ചു കൊടുത്തു എന്ന് നാം ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ ഇഹലോക ജീവിതവും പരലോക ജീവിതവും ധന്യമാക്കുവാൻ വേണ്ട സകലതും വിശുദ്ധ ബൈബിളിലൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ബൈബിൾ വശമുള്ള, ബൈബിൾ വായിക്കുന്ന പല ആളുകളും ദൈവവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ, ജീവിതത്തിന് യാതൊരു രൂപാന്തരവും ഇല്ലാതെ ജീവിക്കുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. അതിൻ്റെ ഉത്തരവാദി ദൈവമല്ല, അവർ തന്നെയാണ്. ഒരു സംഭവം ഓർത്തു പോവുകയാണ്. 2 ചെറുപ്പക്കാർ ഒരു മോട്ടോർ സൈക്കിളിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു ടേണിംഗ് വന്നപ്പോൾ അവിടെ മണൽ കിടന്നതുകൊണ്ട് വണ്ടി സ്കിഡായി 2 പേരും വീണു. അവർക്ക് എഴുന്നേറ്റിട്ട് നടക്കാൻ സാധിക്കുന്നില്ല. നന്നായിട്ട് മുറിവുണ്ടായി. എന്തായാലും ആ മുറിവിനവർ ഒരു ഡിസ്പെൻസറി ചെന്ന് മരുന്ന് വെച്ച് കെട്ടി വീട്ടിൽ പോയി. പക്ഷേ പിറ്റേന്ന് കാല് കുത്താൻ കഴിയുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു, ഇത് ഡിസ്ലൊക്കേഷനാണ്, നിങ്ങൾ തിരുമുന്ന ആളുകളുടെ അടുക്കൽ പോകണം. അവർ 2 പേരും തിരുമുകാരെ കാണാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ വൈദ്യർ പറഞ്ഞു, ഇന്നലെ കൊണ്ടുവരേണ്ടതായിരുന്നു, നന്നായിട്ട് ഉളുക്കുണ്ട്, അതുകൊണ്ട് അത് ചവിട്ടി തിരുമണം, വലിയ വേദനയുണ്ടാകും. അപ്പോൾ അവർ പറഞ്ഞു, സാരമില്ല, ഞങ്ങൾ വേദന സഹിക്കാം. ആദ്യത്തെ ആൾ തിരുമുറിയിലേക്ക് കയറി. ബലിഷ്ഠകായന്മാരായ തിരുമുകാർ ചവിട്ടി തിരുമുകയാണ്. അവൻ അലറി വിളിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞ് അവൻ പുറത്തേക്ക് വന്നു. രണ്ടാമത്തവൻ്റെ ഊഴമായി. അപ്പോൾ ആദ്യത്തെ അവൻ മറ്റവൻ്റെ കരച്ചിൽ കേൾക്കാമല്ലോ എന്ന് വിചാരിച്ച് കാതോർത്ത് വെളിയിലിരിക്കുകയാണ്. പക്ഷേ രണ്ടാമന് കരച്ചിലില്ല, നിലവിളിയില്ല. അരമണിക്കൂർ തിരുമു കഴിഞ്ഞ് അവൻ പുറത്തേക്ക് വന്നു. ഇവർ 2 പേരും കൂടെ ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആദ്യത്തെ ആൾ ചോദിച്ചു, നീ എന്താ കരയാഞ്ഞത്? ഇത് നമ്മുടെ ഗുണത്തിനല്ലേ, അങ്ങനെ കരയേണ്ട ആവശ്യമുണ്ടോ? അല്ല, ചവിട്ടി തിരുമുകയല്ലായിരുന്നോ? ചവിട്ടി തിരുമുകയായിരുന്നു. എന്നിട്ട് നീ കരഞ്ഞില്ലല്ലോ, ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. അവൻ്റെ ആ ധൈര്യത്തെ, സമചിത്തതയെ മറ്റവൻ വളരെ പ്രശംസിച്ചപ്പോൾ രണ്ടാമൻ പറഞ്ഞു, ആരോടും പറയാതിരിക്കാൻ ഞാൻ രഹസ്യം പറയാം. എന്താണ്? ഞാൻ മറ്റേ കാലാണ് കാണിച്ചു കൊടുത്തതെന്ന്. ഉളുക്ക് പറ്റിയത് ഇടത്ത് കാലിൽ നിന്നിരിക്കട്ടെ, വലത്ത് കാലാണ് വൈദ്യരെ കാണിച്ചു കൊടുത്തത്. കാരണം തൽക്കാലത്തെ വേദന സഹിക്കാൻ അവന് മനസ്സില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത്, ആദ്യത്തെ ആ മനുഷ്യന് നന്നായിട്ട് നടക്കാം, എന്നാൽ രണ്ടാമന് ഇപ്പോൾ മുടന്തനായിട്ട് നടക്കുകയാണ്. കാരണം ആ തിരുമുകാരെ സമീപിക്കേണ്ട പോലെ സമീപിച്ചില്ല. അവർ പറഞ്ഞ ആ ഡയറക്ഷൻ അവൻ പാലിച്ചില്ല. അതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സാരസംഗ്രഹമായ രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടെത്തി യേശുവിനോട് പാപമേറ്റു പറഞ്ഞ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ പാപമോചനമുണ്ടാകും. നമ്മുടെ ഇഹലോക ജീവിതവും പരലോക ജീവിതവും ധന്യമായി തീരും. ബൈബിൾ നന്നായി വശമുള്ള യഹൂദന്മാരെക്കുറിച്ച് യേശു പറഞ്ഞു, അവർ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ അവർക്ക് നിത്യജീവനുണ്ട് എന്നവർ വിചാരിക്കുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, ജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരുവാൻ അവർക്ക് മനസ്സില്ല. പ്രിയ ശ്രോതാക്കളെ, ബൈബിൾ ഉള്ളതുകൊണ്ടോ ബൈബിൾ വായിക്കുന്നത് കൊണ്ടോ വായിച്ച് കേൾക്കുന്നത് കൊണ്ടോ ആയില്ല. ബൈബിൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് പാപമോചനം നേടി ദൈവമക്കളായാൽ ഇഹലോക ജീവിതവും പരലോക ജീവിതവും ധന്യമായി തീരും. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ഈ ആത്മരക്ഷയും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.